ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എരിശ്ശേരിയാണ് കേട്ടോ. മത്തങ്ങയും പയറിട്ടിട്ടുള്ള എരിശ്ശേരിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ മത്തങ്ങ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ 1 കപ്പ് ഉണക്കപ്പയറാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ എരിശ്ശേരി ഉണ്ടാക്കണതിന് 2 മണിക്കൂർ മുന്നേ ഉണക്കപ്പയർ എടുത്ത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം 2 മണിക്കൂർ ഈ പയറിലേക്ക് ഒഴിച്ച് ഒരു 2 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ അതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള ഉണക്കപ്പയറാണ്. അപ്പോൾ നമ്മുടെ പയറും സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേവിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം ഞാൻ കുക്കറിലാണ് എരിശ്ശേരി ഉണ്ടാക്കണത്. അപ്പോൾ ആ കുക്കറിലേക്ക് ഇതുപോലെ ഉണക്കപ്പയർ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തങ്ങയില്ലേ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമ്മുടെ ഉണക്കപ്പയറിൻ്റെ ഒപ്പത്തിനാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് വേവിക്കാനായിട്ട് വെക്കാം. കുക്കറിലായതുകൊണ്ട് 3 വിസിൽ പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. 3 വിസിലടിപ്പിക്കുന്നത് നമ്മുടെ പയറും മത്തങ്ങയും നല്ല പോലെ വെന്ത് വരണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വെന്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ മത്തങ്ങയും പയറും വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് എരിശ്ശേരിയുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചെറുകിയ നാളികേരം ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി തൊലി കളഞ്ഞിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 4 മുളക് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ നല്ല ജീരകം. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. നല്ലപോലെ അരച്ചെടുക്കരുത്, ഒതുക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒതുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട. വെറുതെ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ വേണം ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. നല്ല പോലെ അരഞ്ഞിട്ടില്ല, എന്തായാലും കണ്ടോ തരിതരായിട്ട് നല്ല കിടക്കണമുണ്ട്, എന്നാൽ ഒതുങ്ങി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ എല്ലാതും പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, മത്തങ്ങയും പയറെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ് കേട്ടോ. കണ്ടില്ലേ, വെള്ളം കൂടുതലെല്ലാം തീരെ കുറഞ്ഞു പോയിട്ടുമില്ല, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് മത്തങ്ങയും പയറൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ആക്കുകയാണ്. ഇനി ഇതിലേക്ക് നാളികേരം നമ്മൾ മിക്സിയുടെ ജാറിൽ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആരപ്പം കൂടി കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കറി തിളയ്ക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മുടെ കൈമിലേക്കൊക്കെ അതുപോലെ തന്നെ പൊട്ടി തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു കഷ്ണം ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി കറി നല്ല പോലെ തിളച്ച് വരട്ടെ. അപ്പോൾ എരിശ്ശേരി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റ് അല്ലേന്ന് ഈ ടൈമിൽ നമുക്ക് നോക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട്. ശരിക്കും പറയുന്ന ഒരു നിള പാകം എന്നൊക്കെ പറയില്ലേ, ആ ഒരു പാകം അത്രയും ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കറി ഇരിക്കും തോറും നല്ല പോലെ തിക്കായി വരും. അതുകൊണ്ട് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എരിശ്ശേരിയുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് നാളികേരം വറുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി നാളികേരം വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. നാളികേരം വറുത്തിട്ട് കൊടുക്കാനായിട്ട് ഞാനൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഈ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കടുക് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എരിശ്ശേരിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ശരിക്ക് വെച്ചിട്ടുള്ള നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നാളികേരം നല്ല പോലെ വറുത്തെടുക്കണം കേട്ടോ. ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. സദ്യ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് എരിശ്ശേരി. അതുപോലെ ഓണം വിഭവങ്ങൾ ഞാൻ സദ്യ സ്പെഷ്യൽ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇട്ടത്. നിങ്ങളെല്ലാവരും അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഈ നാളികേരം വറുത്തിട്ട് കൊടുക്കുമ്പോഴാണ് എരിശ്ശേരിക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവറും പ്രത്യേക ഒരു ടേസ്റ്റുമാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാളികേരം വറുത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതാണ് ഈ നാളികേരം വറുത്തതാണ് എരിശ്ശേരിയുടെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇത് നല്ല പോലെ വറുത്തെടുക്കാം. അപ്പോൾ നാളികേരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കറിയുമായിട്ട് നല്ല പോലെ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതിനെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. അപ്പോൾ അത് പറഞ്ഞ പോലെ ഓണസദ്യയിലേക്കും അതുപോലെ തന്നെ സദ്യ വിഭവങ്ങളിലും എല്ലാത്തിലും മെയിനായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.